ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓളും ഞാനും. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം ഒക്കെ മനസ്സിലായിട്ടോ അല്ലെ? അതെ, ഈ വെള്ളയൊക്കെ എന്തുകൊണ്ടാണ് ഇട്ടുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ നമ്മള് ഇൻഡിപെൻഡൻസ് ഡേ ബന്ധപ്പെട്ടിട്ട് അത് അടുത്ത് വരികയാണല്ലോ, അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അതുമായി ബന്ധപ്പെട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെ, പേപ്പേഴ്സ് ഉണ്ടാവും, പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നിൽ അത് കാണിക്കാം. 3 ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മള് കാർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഐഡിയ ആണോ അത് വെച്ച് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ 3 ക്രാഫ്റ്റ്, അതായത് ഓരോരുത്തര് വീതം 3 ക്രാഫ്റ്റ് ഉണ്ടാക്കും. നിങ്ങൾ എല്ലാരും ഇത് മൊത്തം ഇരുന്ന് കാണാം. നമ്മൾ ഇടുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തുടങ്ങാം. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പേപ്പേഴ്സ് ഉണ്ട്, സ്കെച്ച് പെന്ന്, ക്രാഫ്റ്റ്. നമ്മൾ ഫസ്റ്റ് കാർഡ് മേക്കിംഗ് അല്ലേ ചെയ്യുന്നത്, അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. കുറച്ച് കളർ പേപ്പേഴ്സ്, പിന്നെ കളർ സ്കെച്ചുകള്, പെൻസില്, നമ്മള് കാർഡ് മേക്കിംഗ് ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, നീ നല്ല പ്ലാൻ ചെയ്തിന് എന്തെങ്കിലും? ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചു. പ്രത്യേകിച്ച് വരയ്ക്കുന്ന മാത്രമാണുള്ളൂ, അങ്ങനെ ഒട്ടിക്കൽ ടൈപ്പ് ഞാൻ നോക്കുന്നില്ല. ഓക്കെ, പേപ്പർ എടുക്കാം, ചെയ്യാൻ തുടങ്ങാം അല്ലേ? ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ ക്രാഫ്റ്റിംഗ് ഒക്കെ? എല്ലാവർക്കും പിന്നെ ഇഷ്ടമായിരിക്കും. ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കൊറേ നേരം ചെയ്തോണ്ടിരിക്കണം. പിന്നെ വരയ്ക്കാനും ഇഷ്ടമാണ് കുറച്ചൊക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നോക്കി വരയ്ക്കാൻ ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് ഇഷ്ടമാണ്. ചിലർക്ക് പിന്നെ മനസ്സൊന്നും എടുത്ത് നന്നായിട്ടൊക്കെ വരക്കുമല്ലോ. അങ്ങനത്തെ ഇതൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ പരിപാടിയില്ല, പക്ഷെ നോക്കി വരയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള കാർഡാ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കണം വരയ്ക്കലാ. ഫുൾ വരയ്ക്കല. കാർഡിന് ഇങ്ങനെ 3 ആയിട്ടൊന്നും ഞാൻ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള കേട്ടോ. ബാക്കിയൊക്കെ എന്റെ വരയിലും കളറിലുമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മള് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻഡിപെൻഡൻസ് ഡേ ഓർമ്മ വരും എനിക്ക്. ഫസ്റ്റ് വരെ മറ്റേ സ്കൂളില് അപ്പൊ ഞാൻ ഫസ്റ്റ് ലഡു ജിലേബി ഒക്കെ കിട്ടുക. നമ്മളൊക്കെ പഠിക്കുമ്പോ അങ്ങനെയല്ലേ? അങ്ങനെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഇതൊക്കെ തുടങ്ങിയത്. പിന്നെ ഞാൻ ഇന്ന് അതാണ് ഫസ്റ്റ് ഞാൻ ഫ്ലാഗ് ആണ് വരയ്ക്കണേ. ഫസ്റ്റ് ഇതുണ്ടല്ലോ, ഈ സ്റ്റെപ്പ് ഇങ്ങനെ വരച്ചിട്ട് ഈ 2 സൈഡ് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് അങ്ങ് വിടും. അങ്ങനെ ഈ 2-3 സ്റ്റെപ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലോട്ട് വിടും. അങ്ങനെയാണ് അത് സ്റ്റെപ്പ് പോലെ ബൾജ് ചെയ്ത് ഇങ്ങനെ നിൽക്കേണ്ടത്. ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ വിട്ടില്ലേ, ആ വരച്ചത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വിട്ടില്ലേ, ഉള്ളിലോട്ട് വന്നപ്പോ നമുക്ക് സ്റ്റെപ്പ് പോലെ. ഇനി ഈ പേപ്പറിലാണ് ഞാൻ ബാക്കി നമ്മുടെ ഈ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് അശോക ചക്രവും ഓറഞ്ചും ഗ്രീനും ഇതെല്ലാം ഞാൻ ഇതില് ക്രിയേറ്റ് ചെയ്യാൻ പോട്ടോ. ചെയ്തോളൂ. അപ്പൊ ബാക്കി പ്രോസസിംഗിലേക്ക് പോവേ. ചെറുതായിട്ട് ഈ പേപ്പർ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചെറിയ കുഞ്ഞു ഫ്ലാഗ്. ഇനി ഇതൊക്കെ ഒന്ന് വരയ്ക്കണം സെന്ററിൽ, അല്ലെങ്കിൽ പേപ്പറിൽ ചെയ്ത് റൗണ്ട് അശോക ചക്രം വെക്കാം. പിന്നെ ഞാൻ ഇനി ഇവിടെ പേപ്പർ കൊടുക്കാം കേട്ടോ. ഈ താഴെ ഗ്രീനും കൊടുക്കും, സെന്ററിൽ വൈറ്റ് ആണല്ലോ. പിന്നെ ഇവിടെ ഓറഞ്ചും കൊടുക്കും. ഇത് ഞാൻ 2 സെന്റിമീറ്റർ അളവെടുത്ത് ചെയ്യണം, കിട്ടൂല അത്. അപ്പൊ ഞാനത് ചെയ്യട്ടെ കേട്ടോ. ഞാനെന്നാ കളർ കൊടുക്കുക. ജസ്റ്റ് ഒരു ചെറിയ ഇത് വരച്ചിട്ട് ബോർഡർ കൊടുത്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് കാണില്ല വരച്ചേന്നല്ലേ. ഒരു ഫ്രണ്ട് പേജിൽ ബോർഡർ കൊടുത്താൽ കാണിച്ചു തന്നാല് എന്താന്നൊരു ഐഡിയ കിട്ടുള്ളൂ അല്ലേ? അല്ലാതെ പെൻസിൽ കൊണ്ട് കൊടുത്തിട്ട് കാണിച്ചിട്ട് കാര്യമില്ല. സിമ്പിൾ ആയിട്ടൊരു ഡ്രോയിങ് ആട്ടോ. ഞാനിപ്പോ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്നിട്ട് ഉള്ളിലേക്കുള്ള വരയ്ക്കണം. ജസ്റ്റ് ഇനി ഇതിനൊക്കെ കളർ ചെയ്യാം. ഇപ്പൊ ആറുകുട്ടിക്കും ഒത്തിരി ഇഷ്ടമാണ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടല്ലേ. അവളും കൂടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. മെയിനായിട്ട് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുക ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ, വൈറ്റ് നിങ്ങൾ തന്നെയല്ലേ? പേപ്പർ കൊടുക്കും.
സെൻട്രലായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ഓക്കെ അല്ലേ? ഇവിടെ ഓക്കെ അല്ലേ? സെൻട്രലായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇനി ഓറഞ്ച് എടുക്കാം. ഓറഞ്ച് എടുത്തിട്ട് സെന്ററിൽ കൊടുക്കാം. പരിപാടികളൊക്കെ എന്റെ ഇതാ കളറ് ഫ്രണ്ട് പേജ് കഴിഞ്ഞോണ്ടിരിക്കുന്നു. ഞാനിത് ഇവിടെ കുറച്ച് ഡിസൈൻ ഒക്കെ കൊടുത്തോണ്ടിരിക്കും കേട്ടോ. നീ എഴുതുകയൊക്കെ ചെയ്തല്ലേ? എഴുതുകയൊക്കെ ചെയ്തു. ഇനി അതൊന്ന് ഒരു കളർ കൊടുക്കണം. ഞാനിങ്ങനെ ഈ കളർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എനിക്ക് തോന്നുന്ന ഡിസൈൻ ഒക്കെ തട്ടി ഞാൻ ഗ്രീൻ കളർ കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉള്ളിലത്തെ പിക്ചർ വരക്കണം. ശരി. പിന്നെ ഇവിടെ ഒരു റൗണ്ട് പോലെ ഒരു പേപ്പർ വെച്ചിട്ട് ഞാനിത് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു അശോകചക്രം കൊടുക്കാൻ പോട്ടോ. കൊടുത്തോളൂ. പെയിന്റ് ഈ ബ്ലൂവിനെക്കാട്ടിലും ഈ ബ്ലൂ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നോക്കാം. അശോകചക്രം വരക്കാൻ കുറച്ചുകൂടി നൈസായ അല്ല നേരിയ ഇതായിരിക്കും നല്ലത്. കട്ടിയില വരുമ്പോൾ ചിലപ്പോൾ റെഡി ആവത്തില്ല. എന്റെ രീതിയിലായിട്ടുള്ളൊരു അശോകചക്രം ഇവിടെ സിമ്പിൾ ആണ് കൊടുക്കണത്. അശോകചക്രത്തില് ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ എഴുതാനായിട്ട് എന്നെ കൊണ്ടുള്ളൊരു കഴിവില്ല. ഇതിന്റെ സൈഡിലുള്ള ഡെക്കറേഷൻ കൊടുക്കണം. അപ്പം ഞാൻ സ്കെച്ച് പെയിന്റ് കൊണ്ട് യൂസ് ചെയ്തു പിന്നെ ഇനി ഇതിന്റെ സൈഡ് ഒരു കാർഡല്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനായിട്ട് ഞാനിതാ 3 പേപ്പറും ഇങ്ങനെ ഒട്ടിച്ചിട്ട് ബ്ലാക്ക് പോലെ ഞാൻ ഇതുവരെ അടുത്ത് ഇതിൻ്റെ ഉള്ളിലൊരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അതിന് കളർ ചെയ്യണം. ഇതിന്റെ കാർഡിന്റെ ബാക്ക് സൈഡ് അത് നമ്മൾ ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്ത് ബാക്ക് സൈഡ് ഒരു കാർഡ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്തായി? ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഞാൻ എഴുതുക കൂടി ചെയ്യാം. ഓക്കെ. ഐ ലവ് ഇന്ത്യ. ഐ ലവ് മൈ കൺട്രി. അത് എഴുതിയിട്ട് എന്റെ പ്ലാനിൽ ഇല്ലായിരുന്നു. പെട്ടെന്ന് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് തോന്നും. അങ്ങനെ തോന്നിയൊരു കാര്യമാണ്. ഇതെന്താ ഒരു ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് കാർഡ്. അതെ, ഓപ്പൺ ചെയ്യുന്ന പോലെ. ഉള്ളിൽ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വെയിറ്റിംഗ് കേട്ടോ. ഞാൻ ഇവിടെ ചെയ്തുകൊണ്ട് എനിക്ക് അത് ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാനത് വെയിറ്റിംഗ് കേട്ടോ. ഇപ്പൊ കഴിയേ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ 2 പേര് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2 കാർഡും ഇവിടെ റെഡി കേട്ടോ. ഓക്കെ, 2 പേര് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ കാർഡ് ഇങ്ങനെയാണ്, കണ്ടോ? ഇങ്ങനെയാണ് എന്റെ കാർഡ്. ജസ്റ്റ് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലത്തെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഇവിടെ ഐ ലവ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ് എന്നിട്ടൊരു എയർമാൻ്റെ പിക്ചറും ജസ്റ്റ് ആ റൗണ്ടിനുള്ളിൽ ഫ്ലാഗിൻ്റെ 2 ഫ്ലാഗ് കളേഴ്സും. സിമ്പിൾ ആണ് കേട്ടോ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് പറയാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സിമ്പിൾ ആണ്, സിമ്പിൾ കാർഡാണ് ഇത്. തന്നെ ജസ്റ്റ് ഇത് ഒരു കാർഡല്ലേ, അപ്പൊ അതിന്റെ ഫ്രണ്ടില് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കണു. അതിനുശേഷം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ നല്ല ഭംഗി. ഓപ്പൺ ചെയ്യുമ്പോ ഒരു ഫ്ലാഗ്, അതായത് ഫ്ലാഗ് നമ്മൾ ഉയർത്തുന്ന പോലെ. എന്നിട്ട് ഞാനൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് നോക്ക്, ഒരു വള്ളി പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഈ 2 പേരില്
ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ അടുത്ത ക്രാഫ്റ്റിലോട്ട് പോവാം. ഓക്കെ, അടുത്ത അല്ലേ അടുത്ത ക്രാഫ്റ്റിലേക്ക് പോവാട്ടോ. നീ എന്താ ആഡ് ചെയ്യുന്നത്? ഞാൻ എന്താന്ന് വെച്ചാല് ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. അത് ആ പേപ്പർ ഒന്ന് ചെയ്യുന്ന രീതി മാത്രമേ ഉള്ളൂ. എന്റേതും ഞാൻ ചെയ്യുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ്. എനിക്കും സ്റ്റിക്ക് ഉണ്ട് കേട്ടോ, പോലെ ഇങ്ങനെ. ഓക്കെ, ഞാനിത് 3 കളർ സ്റ്റിക്ക് ഉണ്ട് എടുത്തിട്ടുണ്ട്. ഈ 3 കളർ സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. ക്രാഫ്റ്റ് സിമ്പിൾ ആണ്. അതിന് ഞാൻ അതുപോലെ ഒരു ചുമ്മാ ഒരു റൗണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതില് ഈ ഒരു ഓറഞ്ച് ഇതുപോലെ ഹാഫ് ആക്കി വെച്ച് തീർത്തിട്ട് ഒട്ടിക്കാം. എന്നിട്ട് ഈ ആളെ ഫേസിന്റെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ചെയ്യുന്നില്ലേ? ഞാൻ നോക്കിയതാണ് നീ എന്താ ചെയ്യുന്നതെന്ന്. എനിക്ക് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് പേപ്പർ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഫേസ് പോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ 3 എണ്ണം ഒട്ടിക്കാം നമുക്ക്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക. ഒരു നമ്മളെ ഈ ഗ്രീൻ കളർ ഇതുപോലെ ഹാഫ് മൂൺ പോലെ കട്ട് ചെയ്യാം. അതിൽ ഗം ചെയ്തിട്ട് ആ ഫേസിന്റെ മുകളിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അതായത് അതിന്റെ ഒരു ഹെഡ് പോലെ ആവാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇങ്ങനെ ഹെഡ് പോലെ ആവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ അതേ ഇത് തന്നെ വൈറ്റിലും ചെയ്തിട്ടുണ്ട്. ഇതിന് കണ്ണൊക്കെ വരച്ചു കൊടുക്കണേ. അതേപോലെ ഇതിന്റെ 3 കൈകളായിട്ട് 3 പേപ്പേഴ്സുകൾ, 3 കളർ ചെറുതായിട്ട് കട്ട് ചെയ്ത 3 പേപ്പേഴ്സുകൾ. ഓക്കെ, ഞാനിതാ ഇങ്ങനെ ഈ സ്പ്രിംഗ് പോലെ ഇതിനെന്താ പറയണെന്ന് എന്നിട്ട് ഇതുപോലെ ഇതിപ്പോ ഞാൻ വൈറ്റ് എടുത്തേക്കണേ. ഇതിന്റെ 2 വൈറ്റ്, 2 ഗ്രീന്, 2 ഓറഞ്ച് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് ഇത് സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കും കേട്ടോ. ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമ്മള് ഈ 2 സൈഡിലും ഗം ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മള് ഓറഞ്ചും ഗ്രീനും ആക്കി ഒരു വിഷറി പോലെ ആക്കി എടുക്കും കേട്ടോ. ഇതാ ഇതുപോലെ ഒരു സ്മൈലി ഇതുപോലത്തെ ഇതിന്റെ മേലെ ഒട്ടിച്ച് വെച്ച് സ്റ്റിക്കിന്റെ മേലെ ഒരു ഫേസ് ആക്കി സ്മൈലി വെച്ചു. പിന്നെ ഇതൊരു വൈറ്റ് പേപ്പറിൽ 2 റൗണ്ട് വെച്ചിട്ട് അതിലൊരു ക്രീം കളർ കൊടുത്തു. ബാക്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊടുത്തു. സിമ്പിൾ ആട്ടോ ഇത്. അതിങ്ങനെ ഇവിടെ വെക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിന്റെ ഹെഡിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഒരു സല്യൂട്ട് ചെയ്യുന്നത് പോലെ ഇതെടുത്തിട്ട് ഇങ്ങനെ. കണ്ടോ? ഇത്രയും സിമ്പിളാണ്. ഇതിന്റെ 3 കളേഴ്സാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സെയിം ഇതേപോലെ തന്നെ ഓറഞ്ച്. ആ ഓറഞ്ചും ഇതേപോലെ തന്നെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ ഇതിന്റെ മുകളിലും മറ്റേത് ഇങ്ങോട്ടാക്കി വെക്കുക. ഞാനിവിടെ 2 സ്റ്റിക്ക് വെച്ചിട്ട് ഇതിൽ ഇത് ഗ്രീനിലാട്ടോ കൊടുക്കണേ. സ്റ്റിക്ക് വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിക്ക് കൊടുക്കും കേട്ടോ. ഗം തേച്ചിട്ട് നമ്മളിവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഇതിന് വേണ്ടിയിട്ട് ഈ ഗം ഒരു വിഷറി അല്ലേ, ഒരു വിഷറി. എന്നിട്ട് നമ്മൾ ഇതിവിടെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ ഇത് 3 ഫിനിഷ് ആയിട്ടുണ്ടേ. ഓറഞ്ച് 1, വൈറ്റ്, ഗ്രീൻ. സിമ്പിളാണ്. നമുക്കൊരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ചെറിയ ഇതിൽ ഉണ്ടാക്കാം. ചെറിയൊരു ക്രാഫ്റ്റ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും വേഗം ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരു വിഷറി പോലെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നു, ജസ്റ്റ് ഇത് ഇങ്ങനെ. അപ്പൊ ഇനി നമുക്കൊരു കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള അല്ലേ? ഇത് റൗണ്ട് ഷേപ്പ് അല്ലേ? റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് വെട്ടിയിട്ടുണ്ട്. ഞാനൊരു മയിലിനെ ഒരു കാർഡ്ബോർഡിന്റെ എടുത്തിട്ട് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ വെട്ടിട്ടോ. ഷേപ്പിൽ ഇനി ഇതിലാണ് ഞാനിനി ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി കാർഡ്ബോർഡിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു ചെറിയൊരു റൗണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു നമ്മളെന്താ പറയുക ഈ ഒരു ഷേപ്പില് ഫ്ലവർ അല്ല, ജസ്റ്റ് ഈ ഒരു ഫ്ലവർ വേറെ ഉണ്ടാക്കണം. ഈ ഒരു ഷേപ്പിലാക്കി എടുക്കണം. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. നമ്മൾ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇവിടെ ഒരു ഗം ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുക. വേറെ പണിയൊന്നുമില്ല. ഇതിന്റെ ഓറഞ്ച് കളറും ഗ്രീൻ കളറും കൂടെ അങ്ങനെ ആക്കി വെക്കണം.
അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെ ചെയ്യേ. ഞാനിതാ ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തു, ഒന്നും കൂടെ ഫോൾഡ് ചെയ്തു കേട്ടോ. ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കും. അതായത് ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ്. 3 കളറില് ഓറഞ്ച്, ഗ്രീന്, വൈറ്റ്, ഈ കളറിലെല്ലാം ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. എനിക്കത് ഹലോ. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കും. ഈ ഷേപ്പിലാട്ടോ വരച്ചെടുക്കണേ. ഇങ്ങനെ ഫ്ലവറിന്റെ ഒരു ഹാഫ് വരച്ചെടുക്കണം. വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഇതില് റൗണ്ടിൽ കട്ട് ചെയ്ത സാധനം ഇങ്ങനെ ആക്കി വെച്ചു. ഇതിന്റെ ഞാൻ ഗ്രീനും ഓറഞ്ചും വൈറ്റും ഇത് 3ഉം ഇതേ ഷേപ്പില് ഒരു 5-6 എണ്ണം വെച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് അത് ചെയ്യാം കേട്ടോ. അതായത് മയിലിന്റെ ഒരു തൂവൽ പോലെ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ 3 കളറുകളും ചെയ്തെടുക്കണം കേട്ടോ. ഗ്രീനിലെടുക്കണം, ഓറഞ്ചിലെടുക്കണം, എല്ലാ ഇതിലും ചെയ്തെടുക്കണം. അപ്പൊ ഇത് ഞാനിതാ ഫുൾ ഗ്രീനിന്റെയും വൈറ്റിന്റെയും ഓറഞ്ചിന്റെയും ഇത് ചെയ്തേ. ഞാനും ചെയ്തു കേട്ടോ. വെട്ടിയെടുത്തിട്ടുണ്ടേ. ഇത് കുറെ സമയം എനിക്ക് ചെയ്യാൻ ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ എനിക്കൊരു സാധനം കൂടി. ഇപ്പൊ ഇതുപോലെ ഓറഞ്ച് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്നിട്ട് അതുപോലെ ഇതുപോലെ ഇങ്ങനെ ത്രികോണ പോലെ ആക്കി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മളൊരു പെൻസിൽ എടുത്തിട്ട് ഇവിടുന്ന് ഒരു ഇങ്ങനെ റൗണ്ടിൽ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. താഴത്തുനിന്നേ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് പോലെ വരച്ചെടുക്കണേ. എന്നാലേ നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഒരു ഫ്ലവർ പോലെ ആവത്തുള്ളൂ. ഇങ്ങനെ. എന്നിട്ട് അത് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കണം. ആ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പിൽ കട്ട് ചെയ്യണം. അത്രയൊരു സിമ്പിളായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു ഫ്ലവർ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇവിടെ ഫുള്ള് ഒരു എന്താ പറയുക, നമുക്കൊരു ബോർഡർ പോലെ ബ്ലൂ വെച്ച് ചെയ്യാം. ഈ ബോർഡർ പോലെ ബ്ലൂ വെച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു കട്ടും കൂടെ ചെയ്യാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുമ്പോൾ ഇതിങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ആയി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ബോർഡർ കൊടുക്കാം. ഞാനിതാ കാണിച്ച പോലെ എല്ലാ കളറിലുള്ള പേപ്പേഴ്സും ഇതേപോലെ ഷേപ്പ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇനി ഇവിടെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുവാണേ. ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഒന്നും മനസ്സിലാകത്തില്ല, ലാസ്റ്റ് ആണ് ഇതിന്റെ ഫിനിഷിങ് മനസ്സിലാവും. ഇതിങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോർഡർ കൊടുത്തു. എന്നിട്ട് ഞാൻ ഡിസൈൻ ചെയ്തേ. ഇനി ഇതിന്റെ ഇവിടെ ഒരു ഇത്തിരി ഗമ്മാക്കിയിട്ട് ഒരു ലീഫല്ല ഒരു എതളിൽ ഗമ്മാക്കുക. എന്നിട്ട് അത് തമ്മിലിങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഒരു പുഴിഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറയാം, ലാസ്റ്റ് ഇതിന്റെ നടുവിലൊരു വൈറ്റ് പേളോ അല്ലെങ്കിൽ ഒരു മുത്തോ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവും. ഇങ്ങനെ നമുക്ക് കുറെ കളേഴ്സ് ആക്കി എടുക്കാം. മയിലിന്റെ ചിറകുകൾ ഓക്കെ. അപ്പൊ ഞാനിതാ ഫ്ലവേഴ്സ് ആക്കി വെച്ചിട്ടുണ്ടേ. ഒരു വലിയ വൈറ്റും പിന്നെ ഒരു വൈറ്റ്, 2 ഗ്രീന്, പിന്നെ ഒരു 2 ഓറഞ്ചും ആക്കിയത്. അതിന്റെ ഐഡിയ വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണിത്. ഇനി ഞാൻ ഈ കാർഡ്ബോർഡിൽ ഇത് റൗണ്ടിൽ ഒട്ടിച്ചെടുക്കട്ടെ. ഈ വൈറ്റും ഈ ഓറഞ്ച് ഈ ഗ്രീന് വെച്ചിട്ട്. ഓക്കെ, അത് നമുക്ക് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇതാ ഞാനിത് ഇവിടെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര സെറ്റ് ആയില്ലെങ്കിലും നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലോട്ട് 2 ഒരു ചിറക് അത് മയിൽപ്പിലി. ഇത് അല്ലാണ്ട് ഒരു ചെറിയൊരു ചിറക് നമ്മള് ഇവിടെ 2 സൈഡിൽ കൊടുക്കാൻ പോട്ടോ. അപ്പൊ ഞാനിത് ഈ ഗോൾഡൻ കളറില് കട്ട് ചെയ്യാൻ പോവാണേ. കട്ട് ചെയ്തെടുക്കണം. എന്റെ ഇതാ ഈ ഒരു റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫ്ലവർ ഇങ്ങനെ നടുക്കൊട്ടിക്കണം. പിന്നെ ഞാൻ ഇതുപോലത്തെ കുറച്ച് കളേഴ്സ് വെച്ച് സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ് ഇതൊക്കെ ഇനി ഒട്ടിച്ചെടുക്കണം എന്നല്ലോ എനിക്ക്. ഓക്കെ, നമുക്കത് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇത് എന്റെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. എന്റെ ഫിനിഷ് ആയോ? അതിന്റെ മൊത്തം കഴിഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ ലൈൻസ് ഇങ്ങനെ വെച്ചു.
സെയിം ഈ സാധനം തന്നെ ഓരോ കളേഴ്സിന്റെ അടുത്ത് വെച്ചു, ഈ ഫ്ലവേഴ്സും കൂടെ വെച്ചു. ഇങ്ങനെയാണ് എന്റെ ലാസ്റ്റ് ലുക്ക്. നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റിയ സംഭവം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്കിലൊരു ഹാങ് ചെയ്യുന്ന സാധനം കൂടെ ഫിറ്റ് ആക്കിയിട്ട് ബോളില് നല്ല വൃത്തിക്ക് ഹാങ് ചെയ്ത് വെക്കാം. ഓക്കെ, കഴിഞ്ഞു. ഇതെന്നെ നോക്ക്. എനിക്കിനി ഈ മൈൻഡ് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കണം അല്ലേ? മതി. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ നന്നായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അങ്ങോട്ടേക്കൊക്കെ സെറ്റ് ആക്കുന്ന മൈൻഡും ഇതും ഒരു വോൾ ക്രാഫ്റ്റ് മയിലും നമ്മൾ ഏകദേശം ഒരേ ഇതാണ് ചെയ്യുന്നത്. ഇത് ലീഫൊക്കെ ഇത് അതായത് ഈ മൈപ്പില് പോലെ ഇതൊക്കെ ഒന്ന് അല്ലെ അടുക്കുന്ന ഒരു ടൈമിലാണ്. പക്ഷെ അത് കഴിഞ്ഞ് എളുപ്പമായിരുന്നു, മുട്ടിച്ചുട്ടിച്ച് കിട്ടാൻ മതിയായിരുന്നു. എന്നാലും നമ്മളെ ഇൻഡിപെൻഡൻസിന്റെ 3 എണ്ണം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ 3 എണ്ണം വെച്ചിട്ടൊന്ന് കാണാം കേട്ടോ. ഇന്നത്തെ ക്രാഫ്റ്റ് കഴിഞ്ഞു അല്ലെ? നമ്മൾ 3 സാധനങ്ങൾ വെച്ചിട്ട് ഓരോരുത്തർ ഉണ്ടാക്കിയിട്ടുണ്ട്. കാർഡ് 2 പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക ഹാങ്ങിങ്, ബോളിൽ ഹാങ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഒരു മറ്റേ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ക്യൂട്ടായ 2 സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാരും കമന്റ് ബോക്സിൽ പറയണം. കൂടുതൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അത് പറയണം. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുന്നതല്ലേ, അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മൾക്കും ഒക്കെ എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ.